നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ DLED കലാപഠനവുമായി ബന്ധപ്പെട്ട് KCF-ഉം NCF-ഉം മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വളരെ ലഘുവായി ഒരു ധാരണയുണ്ടാക്കുകയും ഏത് അടിസ്ഥാനത്തിലാണ് ക്ലാസ് മുറികളിൽ ഈ കലാപഠനത്തിൻ്റെ രീതി പിന്തുടരേണ്ടതെന്നുള്ളതിൽ സ്വന്തമായ നമ്മുടേതായ നിഗമനങ്ങളിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി എലിമെൻ്ററി സ്കൂൾ കലാപാഠ്യപദ്ധതിയും കലാവിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടും എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം, കലാപഠനം എന്നത് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധിയാണ്. അവനവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിലേക്ക് പകരാനുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് കല. അതുകൊണ്ട് തന്നെ അതൊരു ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാധിയാണ് എന്ന് അടിവരയിട്ട് പറയുന്നു. രണ്ടാമത്തേത്, ഒറ്റയ്ക്കും കൂട്ടുചേർന്നുമുള്ള പ്രവർത്തനങ്ങളിലൂടെ വിവിധ സാമൂഹിക ജീവിത നൈപുണികളിലേക്ക് കൈപിടിച്ചുയരാൻ കലാപഠനം സഹായകരമാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു വാചകം ഒറ്റയ്ക്കും കൂട്ടായുമുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്നതാണ്. കലാപഠനം ഇപ്പോൾ ചിത്രരചന പോലെയുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ, നാടകം പോലെയുള്ള കാര്യങ്ങൾ ഗ്രൂപ്പായിട്ടാണ് അല്ലെങ്കിൽ കൂട്ടമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടായ ഒരു പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ മെച്ചങ്ങൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അവനവനെ തിരിച്ചറിയാനും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാനും നമ്മളുടെ മെറിറ്റുകൾ മനസ്സിലാക്കാനുമുള്ള ഒരു ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഒരു സംഘപ്രവർത്തനം എന്ന് പറയുന്നത്. അത് കലാപഠനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് ആവർത്തിക്കും. സാംസ്കാരിക അവബോധം, മൂല്യബോധം, ആത്മവിശ്വാസം എന്നിവ നൽകുന്നതിൽ കലാപഠനം പ്രയോജനപ്പെടുന്നു. നമ്മുടെ വർത്തമാനകാലത്ത് കുട്ടികൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു വിഷയം ആത്മവിശ്വാസമില്ലായ്മയാണ്. ആ ആത്മവിശ്വാസമില്ലായ്മയെ മറികടക്കാൻ കലാപഠനത്തിന് വളരെ സാധ്യതയുണ്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബഹുമുഖ ബുദ്ധിയുടെ വികാസം. പഠനം എന്നത് ബഹുമുഖ ബുദ്ധിയുടെ വികാസമാണ്. ബഹുമുഖ ബുദ്ധിയുടെ ഭിന്ന തലങ്ങളുടെ വികാസത്തിന് ഏറ്റവും സഹായകരമായ ഒന്നാണ് കലാപ്രവർത്തനം. അല്ല, ബുദ്ധിമേഖലകളുടെ വികാസത്തിന് ഏറ്റവും പ്രധാനമായി നൽകാവുന്ന പ്രവർത്തനങ്ങൾ കലാപ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതിൽ സംഗീതപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, വ്യക്ത്യാന്തരം, ആന്തരിക വൈയക്തികം എന്നീ ബുദ്ധി ഘടകങ്ങൾ വികസിക്കാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് കലാപഠനമാണ്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ കലാപഠനത്തിന് വളരെ ശക്തമായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഇതിൽ വിശദീകരിക്കുന്നു. മറ്റൊന്ന്, കുട്ടികൾ കർമ്മനിരതരും അത്യുത്സാഹികളുമാണ്. നമുക്കറിയാം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ പറയുക ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. കാരണം കളിക്കാനുള്ള അവരുടെ ഒരു അദമ്യമായ മോഹമാണ്. എത്ര കളിച്ചാലും ക്ഷീണിക്കാത്ത അത്രയും ഊർജ്ജം സംഭരിക്കുന്ന ഒരു പ്രായമാണ് അവരുടേത്. അപ്പോൾ സ്വാഭാവികമായും ആ ഊർജ്ജത്തെ, അവരിൽ ഉണ്ടാകുന്ന ഈ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടാതിരുന്നാൽ അത് വളരെ മോശമായി ഭവിക്കുമെന്ന് പറയുന്നു. അപ്പോൾ കുട്ടികളുടെ ഇത്ര അമിത ഊർജ്ജത്തെ കലാ ആസ്വാദനത്തിലേക്കും കലാപ്രകടനത്തിലേക്കുമൊക്കെ നയിക്കുകയാണെങ്കിൽ അത് അവർക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലേക്ക് മാറും എന്ന് നമ്മുടെ കലാപഠനത്തിൻ്റെ പ്രസക്തിയിലും പ്രാധാന്യത്തിലും അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഉള്ളിലുണ്ടാകുന്ന സ്വയം ഉണ്ടാകുന്ന ഈ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ കലാപഠനത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും എന്നാണ് അതിനർത്ഥം. മറ്റൊന്ന്, ഭാരതം അതിവിപുലമായ കലാസാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു ഇടമാണ്. ചിത്രം, സംഗീതം, നൃത്തം, ശില്പം, നാടകം തുടങ്ങിയവയൊക്കെ ഭാരതീയ ജീവിതമായി, നമ്മുടെ ജീവിതവുമായി ഇഴപിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നാട്യശാസ്ത്രം പോലുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ കലയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സ്ഥലവുമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ചിന്തയ്ക്കും കലാപഠനത്തിനും ഇവിടെ ഉണ്ടായിരുന്ന പ്രാമാണ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ പുതിയ നേട്ടങ്ങൾ കുട്ടികൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ ഈ കലാപഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ നടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിച്ചപ്പോഴെല്ലാം പാഠ്യപദ്ധതിയിൽ കലയ്ക്ക് തുല്യമായ പ്രാധാന്യമുണ്ടായിരുന്നു. ഗാന്ധിജി മുന്നോട്ട് വെച്ചൊരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. അതിൻ്റെ പേര് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. അതിൽ കരകൗശലത്തിനും കലയ്ക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു കുട്ടി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ ഏതെങ്കിലും കലാമേഖലയിലും കരകൗശല മേഖലയിലും ഏതെങ്കിലും തൊഴിൽ മേഖലയിലും ഏറ്റവും കുറഞ്ഞ അറിവെങ്കിലും ലഭിച്ചിട്ട് വേണം പുറത്തു പോകാൻ. കാരണം കലാലയത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടി പുറത്തിറങ്ങുമ്പോൾ അവന് ഒരു സ്വയം തൊഴിലിനുള്ള അവസ്ഥ, അതിനുള്ളൊരു അടിസ്ഥാനം സ്കൂളുകളിൽ നിന്നുണ്ടാവണം.
അതിന് കലയും പ്രവൃത്തി പരിചയവും ഒക്കെ കുട്ടി ക്ലാസ് മുറിയിൽ ശീലിക്കണമെന്ന് ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്നു. അതിനാണ് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. കേരളീയ സാമൂഹ്യ ജീവിതത്തിലും കലയുമായുള്ള ജൈവബന്ധം കണ്ടെത്താൻ നമുക്ക് കഴിയും. കൃഷിയും ഇതര തൊഴിൽ മേഖലകളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട കലകൾ ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്നതാണ് എന്ന് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, 1960കളുടെ ആദ്യ പകുതിയിൽ പാഠ്യപദ്ധതിയിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ വന്നിരുന്നു. അതിൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പെയിന്റിങ്, മോഡലിംഗ്, സംഗീതം തുടങ്ങിയ മേഖലകളിലുള്ള പഠനാനുഭവങ്ങൾ ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ 1960കളിൽ തന്നെ നമ്മളുടെ പാഠ്യപദ്ധതിയിൽ കലാപഠനത്തിനുള്ള പ്രാധാന്യം കണ്ടെത്തിയിരുന്നു. സംഗീതവും പെയിന്റിങ്, മോഡലിംഗ് തുടങ്ങിയ, മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ക്ലേ മോഡലിംഗ് ഉൾപ്പെടെയുള്ള ശില്പകല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതാണ്. മറ്റൊന്ന്, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പാഠ്യപദ്ധതിയിൽ വിവിധ ക്ലാസ്സുകളിലേക്കുള്ള വിശദമായ സിലബസ് ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീടുണ്ടായ പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളിൽ എല്ലായ്പ്പോഴും കലാപഠനം ഒരു അവശ്യ ഘടകമെന്ന രീതിയിൽ ഉൾച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കലാപഠനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്ന ഇടത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി കലാപഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിൽ യുനെസ്കോയുടെ ഒരു നിരീക്ഷണമുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം, ആത്മബോധം, അന്യരെ അംഗീകരിക്കൽ എന്നീ ഗുണങ്ങൾ വികസിക്കുന്നതിൽ കലയ്ക്കുള്ള പങ്കിനെ കുറിച്ച് യുനെസ്കോ എടുത്തു പറയുന്നുണ്ട്. കലാപഠനത്തിലൂടെ കുട്ടിയുടെ വൈകാരികവും സാമൂഹികവുമായ വികാസം സാധ്യമാകുമെന്ന് യുനെസ്കോ നിരീക്ഷിക്കുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. കുട്ടികളുടെ ആത്മവിശ്വാസവും ആത്മബോധവും അങ്ങനെ അംഗീകരിക്കാനുള്ള കഴിവുമൊക്കെ കലാപഠനത്തിലൂടെ ഉണ്ടാകുമെന്ന് യുനെസ്കോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് യുനെസ്കോയുടെ നിരീക്ഷണം എന്ന് ചോദിച്ചാൽ ഉത്തരമായി നമുക്കിത് പറയാവുന്നതാണ്. പിന്നെ ഭാരതത്തിലെ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഓരോ കാലത്തും വിദ്യാഭ്യാസത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ചില കമ്മീഷനുകളെ ഏർപ്പെടുത്താറുണ്ട്. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില ആശയങ്ങൾ വളരെ പ്രധാനമാണ്. അതിലൊന്ന് 1952-64 കാലത്തുണ്ടായിരുന്ന മുതലിയാർ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഈ മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ചിത്രരചന, കരകൗശലം, സംഗീതം, നൃത്തം, നാടകം തുടങ്ങിയവയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് കൊടുക്കണമെന്ന്, അല്ലെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കണമെന്ന് മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ മുതലിയാർ കമ്മീഷൻ മുൻപോട്ട് വെച്ച കാഴ്ചപ്പാട് സ്കൂൾ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ കലാപഠനത്തിന് വ്യക്തമായ സ്ഥാനമുണ്ടാവണം. രണ്ടാമത്തത് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടാണ്. 1962 മുതൽ 64 വരെയുള്ള കാലത്താണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിൽ പറയുന്നതിന് ചില നിരീക്ഷണങ്ങൾ, എന്നാൽ ചില വിമർശനങ്ങൾ അതിൽ പറയുന്നുണ്ട്. സംഗീത അധ്യാപകർക്കും ദൃശ്യകലാധ്യാപകർക്കും പരിശീലനം നൽകുന്നതിന് പര്യാപ്തമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും നിലവിലില്ല എന്ന് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു. കലാവിദ്യാഭ്യാസത്തിലുള്ള അവഗണന വിദ്യാഭ്യാസ പ്രക്രിയയെ ഫലവത്തല്ലാതാക്കുകയും കലാഭിരുചിയുടെയും മൂല്യങ്ങളുടെയും നാശത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. ഇത് കോത്താരി കമ്മീഷന്റെ നിരീക്ഷണമാണ്. അത് വളരെ ശരിയുമാണ്. സത്യത്തിൽ കേരളത്തിന്റെ കലാപഠനത്തിന്റെ പോരായ്മകളെ ഏറ്റവും അധികം വരച്ച് കാണിക്കുകയാണ് കോത്താരി കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. 2009 വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇന്ത്യയിലുണ്ടായി വിദ്യാഭ്യാസ രംഗത്ത്. അത് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യമായി എന്നുള്ളതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ സമഗ്രമായ വികാസം കുട്ടിയുടെ മൗലിക അവകാശമായി മാറി. പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നത് ആരെങ്കിലും ദാനമായി കൊടുക്കുന്ന ഒന്നല്ല, അത് കുട്ടിയുടെ അവകാശമാണ്. കുട്ടിയുടെ അവകാശമായ സ്ഥിതിക്ക് അതിൽ കലാപഠനം ഉറപ്പാക്കാനുള്ള നടപടികളും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യമായ 2009 കലാപഠനം എന്ന് പറയുന്നത് കുട്ടിയുടെ മൗലികമായ അവകാശമായിട്ട് മാറിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ സമീപകാലത്ത് അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കമ്മീഷനുകളും അവയുടെ കാഴ്ചപ്പാടുകളും. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന സമീപനം എന്താണെന്നുള്ളതാണ്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന സമീപനം എന്നത്? മുൻകാലങ്ങളിൽ
വൈജ്ഞാനികേതര മേഖല എന്ന രീതിയിലാണ് കലാപഠനത്തെ സമീപിച്ചത്. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുറച്ച്, ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, സയൻസ്, സാമൂഹ്യം തുടങ്ങിയ സാധനങ്ങൾ പ്രധാന വിഷയങ്ങളും, കല, കരകൗശലം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഉപവിഷയങ്ങളുമായി വൈജ്ഞാനേതര വിഷയങ്ങളുമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ കുട്ടിയുടെ സമഗ്ര വികസനം എന്നത് കുട്ടിയുടെ ബഹുമുഖ ബുദ്ധിയുടെ എല്ലാ മേഖലയിലുമുള്ള വികാസം ആണ് എന്ന് തിരിച്ചറിഞ്ഞൊരു കാലത്ത് ഈ കുട്ടിയുടെ ബുദ്ധിയുടെ ഭിന്നതലങ്ങളുടെ വികാസം തന്നെയാണ് പഠനമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന കാലത്ത് വൈജ്ഞാനിക വികാസത്തിന്റെ വിവിധ തലങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുന്നതിനും പാരമ്പര്യത്തിൽ വേരുറച്ചതുമായ കലകൾ വ്യക്തിരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തെളിയുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു മുഖ്യ പാഠ്യ വിഷയമെന്ന രീതിയിൽ കലാപഠനത്തിനെ സമീപിക്കണം. അതാണ് പഠന സമീപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു വിഷയങ്ങൾ പോലെ തന്നെ ഒരു മുഖ്യ പാഠ്യ വിഷയം എന്ന രീതിയിൽ കലാപഠനത്തെ സമീപിക്കണം എന്ന് പറയുന്നു. രണ്ടാമത്തേത്, മുൻപ് നമ്മൾ പറയുന്ന ചില തിയറികളുണ്ട്. കല ദൈവത്തിൻ്റെ ദാനമാണ്, അത് കുറച്ചു പേർക്ക് മാത്രമേ ഉണ്ടാവൂ, അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും വരയ്ക്കാൻ പറ്റില്ല, എല്ലാ കുട്ടികൾക്കും പാട്ട് പാടാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആധുനിക പഠനങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പ്രാക്ടീസിലൂടെ ഏത് കുട്ടിക്കും ഏത് കലയും സ്വായത്തമാക്കാം എന്നാണ് ഇന്ന് വർത്തമാനകാലത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. പഠന സമീപനത്തിൽ രണ്ടാമത്തേത്, വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികളെയും കേന്ദ്രീകരിച്ചുള്ള, മുഴുവൻ കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. മറ്റൊന്ന്, കുട്ടികൾ ചെയ്യുന്ന ശിശുകലയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ശിശുകല എന്നത് ഒട്ടേറെ സവിശേഷതകളുള്ളതാണ്. അത് കുട്ടിയുടെ ഭാവനയിൽ വിരിയുന്നതാണ്. അത് കാണുന്ന വസ്തുക്കളുടെ യഥാർത്ഥമായ റിയലിസ്റ്റിക്കായ ഒരു ചിത്രീകരണം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ആവണമെന്നില്ല. കുട്ടി കാണുന്ന വസ്തുവിനെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചിത്രീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെയാണ് നമ്മൾ ശിശുകല എന്ന് പറയുന്നത്. യഥാർത്ഥ വസ്തുവിൻ്റെ, യഥാർത്ഥ വസ്തുക്കളുടെ യഥാർത്ഥമായ ചിത്രീകരണമല്ല ശിശുകല എന്നതും, അത് ശിശുക്കൾക്ക് ഇഷ്ടപ്പെട്ട, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വരയ്ക്കാനുള്ളതാണെന്നുള്ളൊരു ബോധം അധ്യാപകനുണ്ടാവുകയും കുട്ടികളുടെ പക്ഷത്ത് നിന്ന് ആ ചിത്രങ്ങളെ നോക്കിക്കാണാൻ അധ്യാപകന് കഴിയണം എന്ന് പറയുന്നു. ഇതാണ് ശിശു കേന്ദ്രീകൃത കലാപഠനത്തിൻ്റെ കാതൽ. കുട്ടികളുടെ അനുഭവ പരിസരത്തിൻ്റെ നിന്നാവണം എല്ലായ്പ്പോഴും കലാപഠനം തുടങ്ങേണ്ടത്. പരിചിതമായ നാടൻ പാട്ടുകൾ, സിനിമാ പാട്ടുകൾ, അനുഷ്ഠാന ഗാനങ്ങളൊക്കെയാവും പഠിതാവിൻ്റെ സംഗീതപരമായ അനുഭവ പരിസരം. അത്തരം ഗാനങ്ങൾക്കോ വായ്ത്താരികൾക്കോ അനുസരിച്ചുള്ള താളാത്മക ചലനങ്ങളാവും കുട്ടിയുടെ നൃത്തബോധത്തിൻ്റെ അടിസ്ഥാനം. മറ്റാരുടെയും പ്രേരണയില്ലാതെ കുട്ടി സ്വയം വരയ്ക്കുന്ന പ്രത്യക്ഷത്തിൽ അപൂർണവും അനുപാതരഹിതവുമെന്നൊക്കെ മുതിർന്നവർക്ക് തോന്നാവുന്ന ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ചിത്രങ്ങളായിട്ട്. കുട്ടിയുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ആന ചെറുതും കാക്ക വലുതുമാവാം, ചിലപ്പോൾ ആനയുടെ അടുത്ത് നിൽക്കുന്ന ആടിനെ വരച്ചാൽ രണ്ടിനും ഒരേ വലിപ്പമാവാം. അത് കുട്ടിയുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു കുട്ടിയുടെ പക്ഷത്ത് നിന്ന് നോക്കിക്കാണാനുള്ള മാനസികാവസ്ഥ അധ്യാപകർക്കുണ്ടാവണമെന്ന് പഠന സമീപനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുട്ടിയിൽ സ്വാഭാവികമായി രൂപപ്പെടുന്ന കലാബോധത്തെ അധ്യാപകൻ കൈത്താങ് നൽകി, ഒരു സ്കഫോൾഡിങ് നൽകി പരിപോഷിപ്പിച്ച് മികവിലേക്ക് നയിക്കേണ്ടതാണ്. അല്ലാതെ അധ്യാപകരുടെ ഇഷ്ടത്തിനനുസരിച്ച്, പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല കുട്ടിയുടെ കലാപ്രകടനങ്ങൾ ഉണ്ടാവേണ്ടത്. അത് കുട്ടിയിലുണ്ടാവുന്ന സ്വാഭാവികമായ കലയുടെ പ്രകടനത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താനാവുന്ന നിർദ്ദേശങ്ങൾ സംസാരത്തിലൂടെ, പ്രവൃത്തിയിലൂടെ കൂടുതൽ മെച്ചപ്പെടുത്താനാവുന്ന നിർദ്ദേശങ്ങൾ കുട്ടിയിലെത്തിക്കുകയും കുട്ടിയിൽ സ്വയം വളരുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് നമ്മൾ ക്ലാസ് മുറിയിൽ സ്വീകരിക്കേണ്ടത്. കുട്ടി ലോകത്തെ അറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ദർശനം, സ്പർശനം, ശ്രവണം എന്നിവയിലൂടെ പ്രകൃതിയുടെ സമഗ്രത സ്വാംശീകരിക്കുമ്പോഴാണ് കലാപ്രകടനങ്ങളിൽ മികവുണ്ടാവുന്നത്. ഇതര വിഷയ പഠനങ്ങൾക്കും ദൈനംദിന ജീവിതത്തിലും കലാപഠനത്തിന് ആർജിക്കുന്ന നിരീക്ഷണ ശേഷി ഏറെ പ്രയോജനപ്രദമാണ് എന്ന് പറയുന്നു. സൗന്ദര്യാംശത്തെ തിരിച്ചറിയുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് കലാപഠനത്തിൻ്റെ മറ്റൊരു സമീപനം. കുട്ടിയുടെ പ്രവർത്തനങ്ങളിലെ, അവൻ്റെ പ്രകടനങ്ങളിലെ സൗന്ദര്യാംശത്തെ കണ്ടെത്തുകയും അത് ആസ്വദിക്കാനുള്ളൊരു മാനസികാവസ്ഥ ക്ലാസ് മുറിയിൽ ഉണ്ടാവുകയും ചെയ്യുക. ഓരോ വ്യക്തിയും കഴിവുകളുടെ കാര്യത്തിൽ വ്യത്യസ്തരാണെന്നുള്ളതുകൊണ്ട് ആസ്വാദനത്തിൻ്റെ പ്രകടനത്തിലും അത്തരം അന്തരം സ്വാഭാവികമാണ്. കുട്ടിക്ക് വ്യക്തിഗതമായി എത്തിച്ചേരാവുന്ന പരമാവധിയിലേക്ക് എത്താൻ അവസരമൊരുക്കുന്നതാവണം നമ്മുടെ സമീപനം. അപ്പോൾ പറയുന്നത് ഓരോ വ്യക്തിയുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ
ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികളും ഒരേ റേഞ്ചിൽ പാടണം, ഒരേ റേഞ്ചിൽ ചിത്രം വരയ്ക്കണം, ഒരേ റേഞ്ചിൽ ഡാൻസ് കളിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കുട്ടിക്കും അവൻ്റെ അനുഭവ പരിസരത്ത് നിന്ന് അവൻ ഇഷ്ടമുള്ളതുപോലെ പെർഫോം ചെയ്യാനുള്ള അവസരം ക്ലാസ് മുറിയിൽ ഉണ്ടാവണം. അവൻ്റെ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേണം അതിൻ്റെ വിലയിരുത്തൽ നടത്താൻ എന്നർത്ഥം. ക്ലാസ് മുറിയിലെ സമീപനങ്ങളിൽ ഏറ്റവും പ്രധാനം ഉദ്ഗ്രഥിതമായൊരു സമീപന രീതിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു വിഷയത്തെ മറ്റൊരു വിഷയവുമായി കൂട്ടിച്ചേർത്താണ് എന്ന് പറഞ്ഞാൽ കലാപഠനം എന്ന് പറഞ്ഞ സ്വതന്ത്രമായൊരു വിഷയമായി നിൽക്കുന്നതിനോടൊപ്പം മറ്റു വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ഇൻ്റഗ്രേഷനും കലകൾ തമ്മിലുള്ള ഒരു പാരസ്പര്യ ഇൻ്റഗ്രേഷനും സാധ്യമാവുന്ന രീതിയിലുള്ള സമീപനം ക്ലാസ് മുറിയിൽ സ്വീകരിക്കേണ്ടതാണ്. പ്രാദേശിക വൈദഗ്ധ്യം കണ്ടെത്തുന്നതിനും അത് ഉപയോഗപ്പെടുത്തി കലാപഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും അവസരമുണ്ടാകണം. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രദേശത്ത് നന്നായി ശില്പങ്ങൾ ചെയ്യുന്ന ശില്പികളുടെ ഗ്രാമമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പാട്ടുകൾ പാടുന്ന ആളുകൾ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടുന്ന് വരുന്ന കുട്ടികൾക്കെല്ലാം ആ കലാമേഖലയിൽ അവരുടെ നിരന്തരമായിട്ടുള്ള കാണലിൻ്റെയും കേൾവിയുടെയും ഭാഗമായിട്ടുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് താല്പര്യമുള്ള കലാരൂപത്തിൽ അവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് കലാപഠനത്തിൻ്റെ സമീപനത്തിൽ ഊന്നി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കലാപഠനത്തിൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന സമീപനം നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ പഠന ലക്ഷ്യം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന ലക്ഷ്യം? ഇതിനു മുൻപ് പരീക്ഷയിൽ ഇത് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന ലക്ഷ്യം എന്താണ് എന്നുള്ളത്. പഠിതാവിൻ്റെ കലാപരമായ വ്യക്തിത്വം വികസിപ്പിക്കാൻ ആവശ്യമായ പ്രചോദനങ്ങളും പ്രവർത്തനങ്ങളും മാർഗനിർദ്ദേശങ്ങളും സഹായവുമാണ് കുട്ടിയെ ക്ലാസ്സിലൂടെ ലഭിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയിൽ കുട്ടിക്ക് കലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അന്തരീക്ഷം ക്ലാസ് മുറിയിൽ ഉണ്ടാവണം. അതിന് ചിത്രരചന, സംഗീതം, നൃത്തം, നാടകം, സിനിമ, ശില്പകല തുടങ്ങിയ മേഖലകളുടെയൊക്കെയുള്ള പഠനാനുഭവങ്ങൾ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്ലാസ് മുറിയിൽ ചെയ്യേണ്ടതുണ്ട്. പഠന ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കലയിലെ എല്ലാ മേഖലകളിലും കുട്ടിക്ക് പഠനാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള അന്തരീക്ഷം ക്ലാസ് മുറിയിൽ ഉണ്ടാവണം. മറ്റൊന്ന് പഠിതാവിൻ്റെ നൈസർഗികമായ കലാവാസനകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. കുട്ടിയിലുണ്ടാവുന്ന, കുട്ടിക്ക് താല്പര്യമുള്ള കലാമേഖല ഏതാണെന്ന് കണ്ടെത്തുക, അതിൽ കുട്ടിക്ക് കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചെയ്യുക. വിവിധ കലകളെ ആസ്വദിക്കുന്നതിനുള്ള അവസ്ഥ ക്ലാസ് മുറി, വിവിധ കലാരൂപങ്ങളുടെ ആസ്വാദനം ക്ലാസ് മുറിയിൽ നടക്കണം. നമുക്ക് നേരിട്ടോ അല്ലെങ്കിൽ പ്രൊജക്ടറിൻ്റെ സഹായത്തോടുകൂടിയോ കലാരൂപങ്ങളുടെ പ്രകടനാത്മകത ക്ലാസ് മുറിയിൽ വെളിപ്പെടുത്താൻ നമുക്ക് പറ്റണം. കലയുടെ ആസ്വാദ്യത ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക ജീവിതത്തിൽ മാനവികമായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കണം. ആ കലാപ്രകടനത്തിലൂടെ അവൻ കാണുന്ന കലാരൂപത്തിൻ്റെ ചരിത്രത്തിലൂടെ അതിൻ്റെ സാമൂഹികമായ കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിക്കുകയും ആ കലാരൂപവും കലയും സമൂഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുട്ടിക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകണം. മറ്റൊന്ന്, സാംസ്കാരിക വൈവിധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാംസ്കാരിക അവബോധം ഉണ്ടാക്കണം. കലയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കലയുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നവീനങ്ങളായ ചിന്തകളിൽ ഏർപ്പെടുന്നതിനും സന്തുലിതമായ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതിനും പല കലാരൂപങ്ങളും നമുക്കറിയാം വളരെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കുട്ടി കലാസ്വാദനത്തിലൂടെ ആ വിഷയങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവുകയും ഒരു സാംസ്കാരിക പ്രവർത്തനത്തിലൂന്നിയുള്ള മാനസികാവസ്ഥ കുട്ടിയിൽ ഉണ്ടാക്കുന്നതിന് കലാപഠനങ്ങൾ സഹായിക്കുന്നു. മറ്റൊന്ന്, കലയെ പ്രയോജനപ്പെടുത്തി മറ്റു വിഷയങ്ങളുടെ പഠനം ഫലപ്രദമാക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇൻ്റഗ്രേഷൻ്റെ സാധ്യത. കുട്ടിക്ക് പഠിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങളെ കലയുമായി ചേർത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയും കുട്ടിയുടെ പഠനാനുഭവങ്ങൾ കൂടുതൽ എളുപ്പമുണ്ടാക്കാൻ, അതിൻ്റെ ബേർഡൻ ഒഴിവാക്കാൻ കലാപഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നത് പഠന ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊന്ന്, ബഹുമുഖ ബുദ്ധി വികാസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുന്നതിന്. നമ്മൾ നേരത്തെ പറഞ്ഞു ബഹുമുഖ ബുദ്ധിയിലെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ വികസിക്കുന്നതിൽ കലാപഠനത്തിന് വളരെ പ്രസക്തമായ പങ്കുണ്ട്. മറ്റൊന്ന്, വിവിധ പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണ സാധ്യതകൾ കണ്ടെത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത്. അനുരൂപീകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനും. മറ്റൊന്ന്, കുട്ടിയുടെ ആസ്വാദന നിലവാരം ഉയർത്തുന്നതിന്. ഈ യഥാർത്ഥത്തിൽ
ക്ലാസ് മുറികളിൽ കലയുടെ ആസ്വാദനം ചർച്ച ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് കലകളെ ആസ്വദിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സമൂഹം ഉണ്ടാവാതെ പോകുന്നത് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ക്ലാസ് മുറിയിലെ പഠന പ്രവർത്തനങ്ങൾ കുട്ടിക്ക് കലകളെ ആസ്വദിക്കാനുള്ള അവരുടെ നിലവാരം ഉയർത്തുന്നത് ആയിരിക്കണം. വിവിധ കലകളിൽ പ്രത്യേക അഭിരുചിയുള്ള കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന്, വിവിധ കലകളോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിന്, കലാകാരന്മാരെ അറിയുന്നതിനും അവരുടെ സംഭാവനകൾ തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കുന്നതിനും അതൊരു പ്രധാനപ്പെട്ട ഒന്നാണ്. വിവിധ കലകൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ തിരിച്ചറിയണം. അതിനോടൊപ്പം അവർ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ തിരിച്ചറിയുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. അത് കലാപഠനത്തിൻ്റെ ലക്ഷ്യങ്ങളൊന്നാണ്. ആർജിത കലാജ്ഞാനം നൂതന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിനെന്ന് പറഞ്ഞാൽ അവൻ ക്ലാസ് മുറിയിൽ നിന്ന് ആർജിക്കുന്ന ഈ കലാപഠനത്തിൻ്റെ ശേഷി അവന് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാവണം. അതിനുള്ള അവസരമുണ്ടാവണം. വിവിധ കലകളെ സാമൂഹിക പരിഷ്കരണ ലക്ഷ്യത്തോടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിന്, ഞാൻ നേരത്തെ പറഞ്ഞു, കലകളുടെ അവതരണങ്ങൾ പലതും സാംസ്കാരിക പ്രസക്തിയുള്ളതും ഒരുപക്ഷെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ നൽകുന്നതൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ മനസ്സിലാക്കുകയും ഒരു സാമൂഹിക പരിഷ്കരണ ലക്ഷ്യത്തോടെ പ്രയോജനപ്പെടുത്താൻ കുട്ടിക്ക് കഴിയണം. മറ്റൊന്ന്, വിവിധ കലകളുടെ സാങ്കേതികത്വങ്ങൾ തിരിച്ചറിയുന്നതിനും അത് ഉപയോഗപ്പെടുത്തുന്നതിനും. ഒരു കലാരൂപം കാണുമ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു കലാരൂപം ആസ്വദിക്കുമ്പോൾ അത് ചെയ്യുന്നതിൻ്റെ സാങ്കേതികത്വം എന്തൊക്കെയാണെന്ന് കുട്ടിക്ക് മനസ്സിലാവണം. ഒരു ചിത്രം അത് ജലച്ചായത്തിൽ കുട്ടി ക്ലാസ് മുറിയിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ജലച്ചായം ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികത്വം, കളർ പെൻസിലിൽ വരയ്ക്കുമ്പോൾ കളർ പെൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നതിൻ്റെ ഒരു സാങ്കേതികത്വം, ഒരു നാടകം ചെയ്യുമ്പോൾ ആ നാടകത്തിൽ വെളിച്ച സൗകര്യം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാവണം. അത്തരത്തിൽ വിവിധ കലകളുടെ സാങ്കേതിക അംശങ്ങൾ തിരിച്ചറിയുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും കുട്ടിക്ക് സാധിക്കണം. ഇതൊക്കെയാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ പഠന ലക്ഷ്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആവർത്തിച്ച് കേൾക്കുക. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ വിശദമായി പറയണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നൽകുന്നുണ്ട്. അതിലേക്ക് SMS ആയിട്ടോ വാട്സാപ്പിലോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു ഞാൻ കരുതുകയാണ്. നന്ദി.